വിധിയെഴുതാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അവസാനവട്ട തന്ത്രങ്ങളുമായി സ്ഥാനാർത്ഥികൾ. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചെങ്കിലും മുഴുവൻ സ്ഥാനാർത്ഥികളും ഇന്നും മണ്ഡലങ്ങളിൽ സജീവമാണ്. വിവിധ വിഷയങ്ങൾ നിർണായക സ്വാധീനമുണ്ടാക്കുന്ന മേഖലകളിൽ പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുകയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്തെങ്ങും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബി അരുൺ, കൊച്ചിയിൽ നിന്ന് എസ് ശരൺ, കോഴിക്കോട് നിന്ന് എസ് വിനേഷ് കുമാർ, വയനാട് നിന്ന് മനു ഭരത്, മറ്റുള്ളവരും ചേരുന്നു. ആദ്യം ബി അരുണിലേക്ക്. അരുൺ, സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികളും മുന്നണികളുടെ പ്രവർത്തകരും ഇപ്പോഴും അവരുടെ ജോലി, വോട്ട് തേടൽ അവസാനിപ്പിച്ചിട്ടുണ്ടാവില്ല. നിശബ്ദമായിട്ടാണെങ്കിലും പ്രചാരണ പരിപാടികൾ തുടരുകയായിരിക്കും. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഒപ്പം ഈ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ എത്രത്തോളം പൂർണ്ണമാകാറായി? നിശബ്ദ പ്രചരണം തുടരുന്നു. തിരുവനന്തപുരത്തെ 3 മുന്നണി സ്ഥാനാർത്ഥികളും നിശബ്ദ പ്രചരണത്തിലാണ്. കുമ്മനം രാജശേഖരൻ എൻ.ഡി.യുടെ സ്ഥാനാർത്ഥി അതിരാവിലെ തന്നെ പ്രചരണം ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ പ്രഭാത സവാരിക്ക് ആൾക്കാർ കൂട്ടത്തോടെ എത്തുന്ന മ്യൂസിയത്തും അദ്ദേഹം വോട്ട് ചോദിച്ച് എത്തി. സി ദിവാകരൻ തന്റെ വീടിനടുത്തുള്ള ബന്ധുവീടുകളിലും സുഹൃത്തുക്കളുടെ വീടുകളിലുമാണ് ആദ്യം സന്ദർശനം നടത്തിയത്. തുടർന്ന് അദ്ദേഹം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയും അദ്ദേഹം വോട്ട് തേടും. വേളി റെയിൽവേ സ്റ്റേഷനിലേക്കും അദ്ദേഹം പോകുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി ശശി തരൂർ രാവിലെ 9 മണിയോടുകൂടി തന്നെ പ്രചരണ രംഗത്ത് സജീവമാണ്. അദ്ദേഹത്തിന് ആ പ്രചരണത്തിന്റെ അപകടം പറ്റിയിരുന്നു. അതിന്റെ തുടർ ചികിത്സയ്ക്കും അദ്ദേഹം ഇന്ന് സമയം മാറ്റിവെക്കുന്നു. 3 മുന്നണി സ്ഥാനാർത്ഥികളും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ്. 3 പേരും ആ വിജയപ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മുന്നണികളും തിരുവനന്തപുരത്ത് വലിയ പ്രതീക്ഷ തന്നെയാണ്. എല്ലാവരും വിജയം എന്ന അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണവും തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഞാനുള്ളത് തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിലെ വിതരണ കേന്ദ്രമായ സ്വാതിതിരുനാൾ സംഗീത കോളേജിലാണ്. ഇവിടെ 9:30 സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ബാലറ്റ് യൂണിറ്റുകളും വോട്ടിംഗ് മെഷീനും മറ്റ് സാമഗ്രികളും ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ഇവിടുത്തെ വിതരണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 14 കേന്ദ്രങ്ങളിലാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം. വൈകിട്ടോടുകൂടി ബൂത്തുകൾ സജ്ജീകരിക്കും. 2716 ബൂത്തുകളാണ് ജില്ലയിൽ ആകെ ഉള്ളത്. രാവിലെ 6 മണിക്ക് മോക്ക് പോളിന് മുൻപാകെ തന്നെ മുഴുവൻ ബൂത്തുകളും പൂർണ്ണ സജ്ജമാകും. തിരുവനന്തപുരം ജില്ലയുടെ മുഖ്യ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ വാസുകി അല്പസമയം മുമ്പ് ഇവിടെ എത്തി ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ വിലയിരുത്തി. തിരുവനന്തപുരം ജില്ല തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് അവർ അറിയിച്ചു. പ്രശ്നബാധിത ബൂത്തുകൾ 800ഓളം ഉണ്ട്. ഇവിടെ പ്രത്യേക പോലീസിന്റെ സുരക്ഷ ഏർപ്പെടുത്തും. സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്രസേനയുടെ സന്നാഹങ്ങളും ഇവിടെ ഉണ്ടാകും. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്താനും തീരുമാനമുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൂർത്തിയായി. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടുകൂടി പൂർത്തിയാകുകയും ചെയ്യും. തലസ്ഥാന ജില്ലയിൽ 2 മണ്ഡലങ്ങളും പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മാറിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളും മുന്നണികളും അവസാനവട്ട പ്രചരണത്തിൽ, നിശബ്ദ പ്രചരണത്തിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള, വിട്ടുപോയ സ്ഥലങ്ങളിലെത്തി അവിടങ്ങളിൽ വോട്ട് ഉറപ്പിക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോലികളും സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നു. സനീഷ്, നന്ദി അരുൺ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ഷഹീദ് കൂടെ ചേരുന്നു വിവരങ്ങളുമായിട്ട്. വിനേഷ് കുമാർ ചേരുന്നു കോഴിക്കോട് നിന്ന്. വിനേഷ്, അവിടെയും സ്ഥാനാർത്ഥികൾ ഏത് ഭാഗങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഇന്നും രാവിലെ മുതൽ തന്നെ അവരുടെ ഈ പ്രചാരണ പരിപാടികൾ, വോട്ട് അഭ്യർത്ഥനകൾ തുടങ്ങിയിട്ടുണ്ടോ? ഒപ്പം മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? സനീഷ്, നിശബ്ദ പ്രചരണത്തിൻ്റെ ദിനമാണിന്ന്. ഇന്ന് രാവിലെ മുതൽ തന്നെ 3 സ്ഥാനാർത്ഥികൾ, പ്രധാനമായും കോഴിക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രദീപ് കുമാർ, അതുപോലെ തന്നെ MK രാഘവൻ, UDF സ്ഥാനാർത്ഥിയായ MK രാഘവൻ, BJP NDA സ്ഥാനാർത്ഥിയായ പ്രകാശ് ബാബു എന്നിവർ രാവിലെ 9 മണിയോടുകൂടി തന്നെ പല ഭാഗങ്ങളും കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇപ്പോൾ നിശബ്ദ പ്രചരണത്തിലാണ്. വേണ്ടപ്പെട്ടവർ, അടുപ്പമുള്ളവരുടെ സൗഹൃദ സന്ദർശനവും, അടുപ്പമുള്ളവരുടെ വീട്ടിലും മറ്റും സൗഹൃദ സന്ദർശനം നടത്തുകയും ഒപ്പം തന്നെ ആടി നിൽക്കുന്ന വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള അവസാനഘട്ട മിനുക്കുപണിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിലാണ്, മലബാർ ക്രിസ്ത്യൻ കോളേജിലാണ്. ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 9:30 കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത്. പോളിംഗ് സാമഗ്രിയുടെ വിതരണം 9:30 കൂടി തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 26 ലക്ഷം വോട്ടർമാർ, 26 ലക്ഷത്തി ചില്ലാനം വോട്ടർമാരുള്ളത് കോഴിക്കോട്, വടകര മണ്ഡലങ്ങളിൽ. മാത്രമല്ല കോഴിക്കോട് ജില്ലയിൽ മാത്രം മൊത്തം 13 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇതിൽ 7 എണ്ണം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെയും 5 എണ്ണം വടകരയിലെയും 1 എണ്ണം വയനാടിൻ്റെയുമാണ്. ഇതിൽ 301 ബൂത്തുകളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രശ്ന ബൂത്തുകളുള്ളത്. മറ്റ് 815ഓളം ബൂത്തുകൾ വടകര മണ്ഡലത്തിലുണ്ട്. വടകര മണ്ഡലത്തിലെ കണ്ണൂരിൽ ഉൾപ്പെടെയാണ് ഇത്രയും ബൂത്തുകളുള്ളത്. പോളിംഗ് സാമഗ്രിയുള്ള വിതരണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ ഭാഗങ്ങളിൽ ഈ 13, അതായത് കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട്.
നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇത്തവണ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലായി ഏകദേശം 3 ലക്ഷത്തോളം വോട്ടർമാരുടെ വർധനയാണ് ഇതിനകത്ത് ഇത്തവണ ഉള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഏപ്രിൽ കഴിഞ്ഞ കണക്കനുസരിച്ചാണെങ്കിൽ 23,11,404 വോട്ടർമാരുണ്ടായിരുന്ന സ്ഥലത്താണിപ്പോൾ അതിൽ 26 ലക്ഷത്തി ചില്ലാനം ആളുകളായി ഉയർന്നിരിക്കുന്നത്. നാദാപുരത്തും അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങൾ, കുറ്റ്യാടി ഭാഗങ്ങളെല്ലാം വടകരയിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവ് തന്നെ ഉണ്ടായതായാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഏറെക്കുറെ പൂർത്തിയാവും. പിന്നെ വൈകുന്നേരത്തോടു കൂടി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി നാളെ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ തന്നെയാണ് കോഴിക്കോട് ഒരുങ്ങുന്നത്. സനീഷ്. ശരി വിനേഷ്, ഞാൻ വരാൻ തിരിച്ച്. ഇപ്പോൾ എസ് ശരൺ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശരൺ, അവിടെയും ഈ സാമഗ്രികളുടെ വിതരണവും അത്തരത്തിലുള്ള ഔദ്യോഗികമായുള്ള സംവിധാനങ്ങളുടെ വിന്യാസവും ഒക്കെ പൂർത്തിയായിട്ടുണ്ടോ? വലിയ തോതിലുള്ള പോലീസ് സംവിധാനങ്ങളൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിക്കപ്പെട്ടിട്ടുണ്ടോ? ഒപ്പം സ്ഥാനാർത്ഥികൾ ഏത് ഭാഗങ്ങളിലൊക്കെയാണ് ഇന്നുള്ളത്? സനീഷ്, വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണവുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും ഇതിനകം തന്നെ നിശബ്ദ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ LDF സ്ഥാനാർത്ഥി P രാജീവ് 11:30 മാത്രമേ നിശബ്ദ പ്രചാരണം ആരംഭിക്കുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹം സ്വകാര്യ ചടങ്ങുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ നിശബ്ദ പ്രചാരണം ആരംഭിക്കൂ എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും രാവിലെ തന്നെ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. അവിടെ എത്തി വോട്ടർമാരോട് വോട്ട് തേടുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടുപേരും ഇന്നത്തെ നിശബ്ദ പ്രചാരണം ആരംഭിക്കുന്നത് തന്നെ. ഏതായാലും സജീവമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും LDF സ്ഥാനാർത്ഥി ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് ആവശ്യമുണ്ട്. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിവരങ്ങളിലേക്ക് വന്നാൽ ശരൺ എറണാകുളത്ത് തുടരുന്നുണ്ട്. ശരൺ, എവിടെയായിരുന്നു ഇന്ന് അവിടുത്തെ സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? വീടുകൾ കയറുകയാണോ? തീർച്ചയായിട്ടും വീടുകൾ കയറി തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞാൻ നിൽക്കുന്ന മഹാരാജാസ് കോളേജിലാണ്. ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 9 മണിയോട് കൂടിയാണ് ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത്. ഇത്തവണ എറണാകുളം ജില്ലയിൽ നിന്ന് 24,86,705 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം നിർവഹിക്കാനായി കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ കന്നി വോട്ടർമാരുണ്ട്. അതായത് 18,645 കന്നി വോട്ടർമാരാണ് ഇത്തവണ എറണാകുളം ജില്ലയിലുള്ളത്. ഇതോടൊപ്പം തന്നെ 131 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമായും 4 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗങ്ങൾ വരുന്ന ഒരു ജില്ല കൂടിയാണ് എറണാകുളം ജില്ല എന്ന് പറയുന്നത്. എറണാകുളം ജില്ലയിലുള്ള 2 മണ്ഡലങ്ങൾ, അതായത് എറണാകുളം മണ്ഡലവും ഒപ്പം തന്നെ ചാലക്കുടി മണ്ഡലത്തിലെയും പോളിംഗ് സ്റ്റേഷനുകളുടെ വിവരത്തിലൂടെ പോകേണ്ടതുണ്ട്. അതായത് എറണാകുളം മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകൾ എന്ന് പറയുന്നത് 1108 പോളിംഗ് സ്റ്റേഷനുകളാണ്. ചാലക്കുടി മണ്ഡലത്തിലാണെന്നുണ്ടെങ്കിൽ 1182 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. മൊത്തത്തിൽ 2251 പോളിംഗ് സ്റ്റേഷനുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. ഇതോടൊപ്പം തന്നെ 2934 കൺട്രോളിംഗ് യൂണിറ്റുകളും ഉണ്ട്. VVPAT മെഷീനുകളുടെ വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതായത് 2886 VVPAT മെഷീനുകളാണ് എറണാകുളം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. 10% റിസർവ് വോട്ടിംഗ് മെഷീനുകളും ഒരുക്കിയിട്ടുണ്ട്. 21 പ്രശ്നബാധിത ബൂത്തുകളാണ് എറണാകുളം ജില്ലയിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4179 പേരടങ്ങിയ പോലീസ് സേനയാണ് സുരക്ഷയ്ക്കായി നിയമിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പെട്രോളിംഗ് നടത്താൻ പ്രത്യേക പോലീസ് സംഘങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഹോം ഗാർഡുകളുടെയും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരുടെയും സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്. കേന്ദ്രസേനയിലെ 27 പേരും കർണാടകയിൽ നിന്നുള്ള 100 പേരും മഹാരാഷ്ട്രയിൽ നിന്ന് 27 പേരും 27 പേരും ജില്ലയിൽ സുരക്ഷാ ഡ്യൂട്ടിക്ക് ഉണ്ടാകുമെന്നുള്ളൊരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും പ്രത്യേക പോലീസ് കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. 131 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളാണ് ഇത്തവണ എറണാകുളം ജില്ലയിലുള്ളത്. ഇതിൽ 14 വനിതകൾ കൈകാര്യം ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷനുകൾ കൂടിയാണ്. ഏതായാലും എടുത്തു പറയേണ്ട കാര്യം, 18,645 പേർ കന്നി വോട്ടർമാരായിട്ട് വരുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതോടൊപ്പം തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ്റെയും ഒപ്പം തന്നെ LDF സ്ഥാനാർത്ഥി P രാജീവിൻ്റെയും NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും നിശബ്ദ പ്രചരണം നടത്തുന്നുണ്ട്. രാവിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ, അതായത് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയാണ് UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡനും NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനവും നിശബ്ദ പ്രചരണം ആരംഭിച്ചത്. അവിടെയുള്ള വോട്ടർമാരെ നേരിൽ കണ്ടാണ് നിശബ്ദ പ്രചരണം ആരംഭിച്ചത്. P രാജീവാണെന്നുണ്ടെങ്കിൽ മഠങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു നിശബ്ദ പ്രചരണം നടത്തുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കടകൾ തോറും കയറിയിറങ്ങുകയും ചെയ്യും. നമുക്കറിയാം, ഒരു വ്യവസായ നഗരം കൂടിയാണ്, വ്യവസായ തലസ്ഥാനം കൂടിയായതുകൊണ്ട് തന്നെ ഇവിടെ വ്യാവസായിക മേഖലയിലുള്ളവരെ അടക്കം കണ്ടുകൊണ്ടാകും സ്ഥാനാർത്ഥികളുടെ നിശബ്ദ പ്രചരണം പുരോഗമിക്കുക. ശരി, നന്ദി ശരൺ. ഞാൻ തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ. അവിടെ എറണാകുളത്ത് സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടികളുമായിട്ട് ഈ ആളുകളെ കാണുക, നേരിട്ട് കാണുക പോലുള്ള കാര്യങ്ങളിലേക്ക്, കണ്ട് വോട്ടഭ്യർത്ഥിക്കുക പോലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അതിലാണ് അവർ മുഴുകിയിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. പ്രസാദ്, അവിടെ എന്താണ് സ്ഥിതി? കഴിഞ്ഞ ദിവസം ആലത്തൂർ മണ്ഡലത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തായി? ഫോൺ കട്ടായി. ഞാൻ തിരിച്ചു വരാം. അവിടെ ഫോൺ ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മനു ഭരത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. മനു, അവിടെ സ്വാഭാവികമായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥിയില്ല, പക്ഷേ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രചാരണ പരിപാടികളിലായിരിക്കുമല്ലോ ഇന്നും. ഈ മറ്റ് സ്ഥാനാർത്ഥികൾ എവിടങ്ങളിലൊക്കെയാണുള്ളത്? ഈ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായോ? സനീഷ്, ഇന്ന് LDF സ്ഥാനാർത്ഥി PP സുനീർ രാവിലെ കൽപ്പറ്റയിൽ കുറച്ചുനേരം നിശബ്ദ പ്രചരണം നടത്തി. അദ്ദേഹം ഇനി മാനന്തവാടിയിലേക്ക് തിരിക്കും. തുഷാർ വെള്ളാപ്പള്ളിയും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചില പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇതാണ് ഇവിടെ കൽപ്പറ്റയിലെ ഒരു പ്രധാന പോളിംഗ് ഉപകരണത്തിന്റെ ഒരു വിതരണ കേന്ദ്രം. ഇവിടെ വെച്ചാണ് 3 മണ്ഡലങ്ങളിലെയും ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഇതോടൊപ്പം SDMLP സ്കൂളിലും ഇതിന് തൊട്ടടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് മറ്റൊരു വിതരണ കേന്ദ്രം. അത്തരത്തിൽ 3 മണ്ഡലങ്ങളുടെയും വിതരണം ഈ പ്രദേശത്ത് തന്നെ നടക്കുന്നു. 575 പോളിംഗ് കേന്ദ്രങ്ങളാണ് ഈ വയനാട് ജില്ലയിലുള്ളത്. വയനാട് മണ്ഡലത്തിലാകെ 1311 പോളിംഗ് സ്റ്റേഷനുകൾ ഉണ്ട്. ഇപ്പോൾ ഈ പോളിംഗ് സാമഗ്രികളും കൈപ്പറ്റി ഉദ്യോഗസ്ഥർ വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഇത് നൽകുന്നതിൻ്റെ, ഇത് ഈ ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്നതിൻ്റെ കൗണ്ടറിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 72 ബൂത്തുകൾ അതീവ ജാഗ്രതാ ബൂത്തുകൾ ിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനുകളിൽ 46 എണ്ണം അതിസൂക്ഷ്മ നിരീക്ഷകർ ഉള്ള പോളിംഗ് സ്റ്റേഷനുകളാണ്. ഇതിനു പുറമെ 12 നിരീക്ഷക സ്ക്വാഡ്. തിരിച്ചു വരാം. മനോഭരത്തിൻ്റെ ചെറിയ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. പ്രസാദിലേക്കാണ് പോകേണ്ടത്. പാലക്കാട് നിന്ന് പ്രസാദ് നമ്മോടൊപ്പം ചേരും. എല്ലായിടങ്ങളിലും ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേയറ്റം കർക്കശമായുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്കകത്ത് കൂടിയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തുന്നത്. നാളെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് പോവുകയാണ്. എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണ് അവിടെ നിന്ന് റിപ്പോർട്ടർമാർ വിവരങ്ങൾ നൽകുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്ന് ചേരുന്നു. പ്രസാദ്, അവിടെ എന്താണ് ഈ പറയുന്ന പോളിംഗ് സാമഗ്രികളെല്ലാം വിതരണം ചെയ്ത് കഴിഞ്ഞോ? അത്തരം കാര്യങ്ങൾ പുരോഗമിക്കുകയാണോ? ഒപ്പം സ്ഥാനാർത്ഥികൾ എന്താണെന്ന് ചെയ്യുന്നത്? ആലത്തൂരിൽ കഴിഞ്ഞ ദിവസം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഏത് വിധത്തിലായി? നേരത്തെ 8 മണിക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ 10 മണിക്ക് ശേഷം മാത്രമേ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുള്ളൂ. ജില്ലയിൽ ഇത്തരത്തിൽ 8 കേന്ദ്രങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരും, വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ചുമതലപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിക്ടോറിയ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ജില്ലയിൽ ഒന്നാകെ 2110 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ മാത്രം 13.5 ലക്ഷത്തോളം വോട്ടർമാരുണ്ട്. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ജില്ലയിൽ ഒരുക്കിയതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പാലക്കാട് മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും അവരുടെ നിശബ്ദ പ്രചരണം തുടരുകയാണ്. എന്നാൽ ആലത്തൂർ മണ്ഡലത്തിൽ വന്നു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികൾ രമ്യ ഹരിദാസ് ഇന്നലെ കലാശക്കൊട്ടിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളെ തുടർന്ന് അവർക്ക് പരിക്കേറ്റിരുന്നു. അവർ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിലാണുള്ളത്. അവിടെ ചികിത്സയിൽ
നിലയിൽ കഴിയുകയാണ്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന് രമ്യ ഹരിദാസ് ഇറങ്ങില്ല എന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. PK ബിജുവും അതോടൊപ്പം പരസ്യമായി മറ്റ് അതായത് വീടുകളിലേക്ക് ഭവന സന്ദർശനങ്ങളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ഒന്നും തന്നെ ഇന്ന് കയറുന്നില്ല എന്നാണ് LDF കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുള്ളത്. പാലക്കാട് MP രാജേഷും അതോടൊപ്പം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ, UDF സ്ഥാനാർത്ഥി ശ്രീകണ്ഠൻ തുടങ്ങിയവരെല്ലാം തന്നെ നിശബ്ദ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിക്ടോറിയ കോളേജിൽ ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. 10 മണിക്ക് ശേഷമാണ് ഇത് വിതരണം ചെയ്യുക. നന്ദി പ്രസാദ് വിവരങ്ങൾക്ക്. പ്രസാദ്, അവിടെ ഈ സ്ഥാനാർത്ഥിയുടെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയുടെ രമ്യ ഹരിദാസിന്റെ പരിക്ക് ഗൗരവതരമായിട്ടുള്ളതാണോ? എന്താണ് അവിടെ ഉണ്ടായത്? അവരുടെ വിശദീകരണം എന്താണ്? അതിലേക്ക് തിരിച്ചു വരാം. അത്തരം സംഭവ വികാസങ്ങളുടെ വിവരങ്ങളിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്.